السلام عليكم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മുമ്പിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു മുഖവുരയുമില്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നേരത്തെ വായിച്ച ജമിയത്തുൽ ഉലമയുടെ പ്രബന്ധത്തിൽ വായിച്ച പ്രസക്തമായ കാര്യങ്ങൾക്ക് യാതൊരു മറുപടിയും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ അത് വെള്ളിയാഴ്ചയായിരുന്നു. ഒരു കാരണവശാലും അസ്ട്രോണമിക്കൽ ന്യൂമൂണാണ് നമ്മൾ ബേസായി സ്വീകരിക്കണതെങ്കിൽ അത് വെള്ളിയാഴ്ച വരില്ല, തർക്കമില്ലാത്ത വിഷയമാണ്. അത് വ്യാഴാഴ്ച വരുമായിരുന്നു. ഹദീസ് വളരെ വ്യക്തമാണ്, വെള്ളിയാഴ്ചയായിരുന്നു. അതിനെപ്പറ്റി ഇവിടെ യാതൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ സംഗതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ വിഷയത്തെപ്പറ്റി പറയുകയുണ്ടായി. അസ്ട്രോണമിക്കൽ ന്യൂമൂൺ അതുപോലെ അസ്ട്രോണമിക്കൽ ന്യൂമൂണും അതുപോലെ ക്രസൻ ന്യൂമൂൺ, ഇങ്ങനെ രണ്ട് വിഭജനമില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. വളരെ തെറ്റായ ഒരു സംഗതിയാണത്. ക്രസൻ ന്യൂമൂൺ എന്നും അസ്ട്രോണമിക്കൽ ന്യൂമൂൺ എന്നും വളരെ വ്യക്തമായ വിഭജനം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് ആ വിഷയം പഠിക്കുന്ന ആളുകൾക്കറിയാം. അസ്ട്രോണമിക്കൽ ന്യൂമൂൺ എന്ന് പറയുന്നത് ഗോളശാസ്ത്രജ്ഞന്മാർ അവർ സാധാരണ നമ്മൾ ന്യൂ മൂൺ എന്ന് പറയുന്നതിന് അമാവസി, കറുത്ത വാവ് എന്നിതൊക്കെ പറയുന്ന പേരാണ് അസ്ട്രോണമിക്കൽ ന്യൂമൂൺ. അതാണ് ഗോളശാസ്ത്രജ്ഞന്മാർ ദിവസത്തിന്റെ ബേസായി കണക്കാക്കുന്നത്. എന്നാൽ ഈ അസ്ട്രോണമിക്കൽ ന്യൂമൂൺ കഴിഞ്ഞ് വളരെയധികം സമയം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ക്രസന്റ്, ആ ക്രസന്റിനും ഇംഗ്ലീഷിൽ ക്രസന്റ് ന്യൂമൂൺ എന്ന് പറയും, ന്യൂമൂൺ എന്ന് പറയും. അതിനെ വേർതിരിച്ച് കൃത്യമായി അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മളുടെ ഇവിടുത്തെ തർക്കം അല്ലെങ്കിൽ ഇവിടെ വിഷയമായി എഴുതിയത് തന്നെ അസ്ട്രോണമിക്കൽ ന്യൂമൂൺ ആണോ ബേസ്, അതല്ല ക്രസന്റ് ന്യൂമൂൺ ആണോ ബേസ് എന്നാണ്. നമ്മളുടെ ഈ രണ്ട് ഇന്നത്തെ സംസാരത്തിന്റെ ബേസ് തന്നെ അതാണ്. എന്നിട്ട് അങ്ങനെ ഒരു വിഭജനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംസാരം തന്നെ നമ്മളോട് ഉണ്ടാക്കിയത്? അപ്പൊ അതാണ് ബേസ്. വിഷയം ഏറ്റവും ചുരുങ്ങിയത് നമ്മളുടെ സുഹൃത്തുക്കൾ നോക്കേണ്ടിയിരുന്നു. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുകയുണ്ടായി, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണ്. ജാവിഷ് കലണ്ടർ അത് അസ്ട്രോണമിക്കൽ ന്യൂമൂൺ അല്ല, അത് ക്രസന്റ് ന്യൂമാണ്. ജാവിഷ് കലണ്ടറിനെ പറ്റി എൻ്റെ കയ്യിൽ ജാവിഷ് കലണ്ടർ ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഇന്റർനെറ്റിൽ പോയി പരിശോധിക്കാവുന്നതാണ്. ജാവിഷ് കലണ്ടർ, ജൂതന്മാരുടെ കലണ്ടർ പരിശോധിക്കാം. വളരെ കൃത്യമായി ഞാൻ പറയുന്നു, നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവരാണ്. നിങ്ങൾ ജാവിഷ് കലണ്ടർ നോക്കുക. അതുപോലെ ഹിജ്റ ഹിലാൽ കമ്മിറ്റിയുടെ കലണ്ടറും നിങ്ങൾ നോക്കുക. സെയിം ആയിരിക്കും. അപ്പൊ എന്താണ് അവിടെ മാനദണ്ഡം എന്നുള്ളത് നോക്കണം. ഞാൻ 2 വർഷം മുമ്പത്തെ ജാവിഷ് കലണ്ടറിന്റെ തീയതി എൻ്റെ കയ്യിൽ ഞാൻ ഒരു യാദൃച്ഛികമായി എടുത്ത് ഞാൻ പെട്ടെന്ന് ലാപ്ടോപ്പിൽ നിന്ന് എടുക്കേണ്ടായി. ജാവിഷ് കലണ്ടർ ഒന്നാമത്തെ വന്ന ഷവാത്ത്, അതന്നെയാണ് ഹിജ്റ കലണ്ടറിലെ മുഹറം, അത് ജനുവരി 8-ന് തുടങ്ങുന്നു. അതുപോലെ എന്നാൽ മറ്റുള്ളവർ മുസ്ലിം കലണ്ടർ, ഉമ്മുൽ ഖുറ, നമ്മുടെ കലണ്ടർ എല്ലാം അത് ജനുവരി 9-നായിരുന്നു. അധാർ, അതുപോലെ അയ്യാർ, സൽവാൻ, തിശ്രി, കിസ്ലി, തവേറ്റ്, റം, അതുപോലെ റോഷ് ഖദോഷ്, ഇതൊക്കെ ജാവിഷ് കലണ്ടറിലെ ഓരോ മാസത്തിന്റെ പേരാണ്. ആ മാസങ്ങളൊക്കെ തുടങ്ങുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം. അതിൽ വളരെ ചുരുക്കം ചിലപ്പോൾ ഏതെങ്കിലും മാസത്തിന്റെ വ്യത്യാസങ്ങൾ ലീപ് ഇയർ ഒക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം. പക്ഷെ അതൊക്കെ ഹിജ്റ ഹിലാൽ കമ്മിറ്റിയുടെ മാസത്തിന്റെ തുടക്കവും അത് രണ്ടും നിങ്ങൾ പരിശോധിക്കുക. സെയിമായി ഹിജ്റ കമ്മിറ്റി ഓഫ് എന്താണ് ഹിജ്റ ഹിലാൽ കമ്മിറ്റി, ഓക്കെ. ഏതായാലും ഇവിടെ നമ്മൾ സംവാദം നടക്കുന്ന ഈ കലണ്ടർ പ്രസിദ്ധീകരിച്ച വിഭാഗത്തിന്റെ കലണ്ടർ നിങ്ങൾ പരിശോധിക്കണം. തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. മറ്റൊരു വാദം ഇവിടെ പറയുകയുണ്ടായി. പിന്നെ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബിമാരോ ഇവരാരും ഈ മാസം കാണുക, നോക്കുക എന്ന് പറഞ്ഞ സംഗതികൾ ഉണ്ടായിട്ടില്ല. വളരെ തെറ്റായ സംഗതിയാണ്. ഞാനിതപ്പോൾ നിങ്ങൾക്ക് ഒരു ഹദീസ് വായിച്ചു തരാം. ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം മാസം നോക്കി എന്നല്ല, അദ്ദേഹത്തിന് മാസം കാണിച്ചു കൊടുത്തു. ഇങ്ങനെ നിന്ന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഞാൻ ആ ഹദീസ് മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തു പറഞ്ഞുതരാം. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇതാ കുന്നാ മഅ ഉമർ ബിൻ ഖത്താബ് ഫിൽ മദീന ഫതറാഅയ്ന അൽ ഹിലാൽ.
ഞങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൂടെ മദീനയിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ഹിലാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വകുന്തു ഹദീദൽ ബസർ, എന്റെ കണ്ണിന് നല്ല വളരെ സൂക്ഷ്മമായി കാണാനുള്ള കഴിവുണ്ട്. ഫറഅയ്തുഹു, അങ്ങനെ ഞാനത് കണ്ടു. ഫജഅൽതു അഖൂലു ലി ഉമർ, അപ്പൊ ഞാൻ ഉമർ ഖത്താബിനോട് ചോദിച്ചു, അമാ തറാഹു, ഉമറെ നീ കാണുന്നില്ലേ? ഫഖാല, ഉമർ ഖത്താബിന് കാണുന്നില്ല എന്ന് അവസാനം ഫിറാശി, അത് ഞാൻ എന്റെ കിടന്നുകൊണ്ട് തന്നെ എനിക്കത് കാണാൻ പറ്റും, ഈസിയായി എനിക്ക് കാണാൻ പറ്റും. ഉമർ ഖത്താബ് പറഞ്ഞ സഹീഹായ ഹദീസ് ആ വിഷയത്തിലുണ്ട്. അപ്പൊ ഉമർ ഖത്താബ് കാണാറുണ്ടായിരുന്നു, ആളുകൾ കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ മാസം കാണുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൽ ചില റിപ്പോർട്ടുകൾ സഹീഹല്ലാത്ത റിപ്പോർട്ട് ഉണ്ടെങ്കിൽ സഹീഹായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിലാൽ കണ്ടാൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നത് സഹീഹായ റിപ്പോർട്ട് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നുമില്ല. ഇനി മറ്റൊന്ന് ഇവിടെ പറഞ്ഞത്, ഇവിടെ ഈ മിഹാക്ക് എന്ന് പറയൂല എന്നാണ് പറയുന്നത്. നിങ്ങൾ മിഹാക്ക് എന്നേ പറയൂ. മിഹാക്ക് എന്നാണ് യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ അസ്ട്രോണമിക്കൽ ന്യൂമൂണിനുള്ള പേര് മിഹാക്ക് എന്നാണ്. അത് നിങ്ങൾ അധികം മനസ്സിലാക്കാൻ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിക്കിപീഡിയ എടുത്തിട്ട് അതിൽ അറബിക്കിലുള്ള ഹിലാലോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ അതിൽ അവരുണ്ടാവും ന്യൂമൂൺ എന്ന് പറഞ്ഞാൽ അതെന്താണ്, മിഹാക്ക് എന്നവർ കൃത്യമായി അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ആ ഭാഗം മാത്രം നിങ്ങൾ എടുത്തു നോക്കി. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണ് നമ്മളൊക്കെ എന്നുള്ളത് കൊണ്ട് കൂടുതൽ അതിലേക്ക് നമ്മൾ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. വിക്കിപീഡിയയിൽ ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മിഹാക്ക് എന്നുള്ള പദം, മിഹാക്ക് എന്നാണ് യഥാർത്ഥത്തിൽ ന്യൂമൂണിന് പറയാം. ഹിലാൽ എന്നൊരിക്കലും ന്യൂമൂൺ, അസ്ട്രോണമിക്കൽ ന്യൂമൂണിന് ഒരു പണ്ഡിതനും ഹിലാൽ എന്ന് പറയില്ല. എവിടെ പരിശുദ്ധ ഖുർആൻ അത് ഹിലാൽ എന്ന് പ്രയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് അസ്ട്രോണമിക്കൽ ന്യൂമൂൺ അല്ല ഇസ്ലാമിലെ മാസാരംഭത്തിന്റെ ബേസ് എന്ന്. മറിച്ച് അസ്ട്രോണമിക്കൽ ന്യൂമൂൺ അല്ല, മറിച്ച് ക്രസന്റ് ന്യൂമൂൺ, നമ്മളതിൽ ക്രസന്റ് എന്ന് പറയും. അത് കാണണോ കാണണ്ടേ, ലോകം മുഴുവൻ ഒന്ന് മതിയോ, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യണ്ടേ. അത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ല. ഇപ്പൊ ഏതാണ് ബേസ്, അതാണ് നമ്മളുടെ ചർച്ച. കാണണോ കാണണ്ടേ എന്നുള്ളതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ എന്തിനെ പിന്നെ കാണുന്ന ഹദീസ് മറ്റോ പറഞ്ഞത് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അസ്ട്രോണമിക്കൽ ന്യൂമൂൺ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും കാണാൻ പറ്റാത്ത ന്യൂമൂണാണ്, കാണാൻ പറ്റാത്ത മൂണാണ്. അതുകൊണ്ട് ന്യൂമൂൺ എന്നല്ല അതിനെ പറയേണ്ടത്, നോമൂൺ എന്നാണ് പറയേണ്ടത് എന്നാണ് അതിനെ സംബന്ധിച്ച് എല്ലാവരും തർക്കമറ്റ രീതിയിൽ പറയുന്നത്. എക്ലിപ്സിന്റെ സമയത്ത് മാത്രം ചെറിയൊരു മാറ്റം ഉണ്ടാവും, പോട്ടെ, നോമൂൺ എന്നാണ് അതിന് പറയേണ്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ കാണാൻ ഒരു നിലക്കും സാധ്യതയില്ലാത്തൊരു കാര്യത്തെ പറ്റി ഉമ്മിയായ കാലത്താണെന്ന് വിചാരിച്ചോളൂ, എഴുത്തും വായനയൊന്നും അറിയാത്ത ഈ കാലഘട്ടത്തിലാണെങ്കിലും റസൂലുള്ള കാണാൻ പറയോ, റസൂലുള്ള നോക്കാൻ പറയോ, സഹാബിമാർ പോയി നോക്കോ? അതാണ് പറയുന്നത്. കാണാൻ പറ്റുന്നത് അത് കാണണമെന്നുണ്ടോ, കണക്ക് കൂട്ടിയാൽ മതിയോ, അത് നമുക്ക് വേറെ തീരുമാനിക്കാവുന്നതാണ്. പിന്നെ അപ്പൊ ഇത്രയും സംഗതികളാണ് ഈ വിഷയത്തിൽ. അത്രേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ. പിന്നെ ദിനാരംഭവുമായി ബന്ധപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. നമ്മളുടെ ദിനം ആരംഭിക്കുന്നത് സുബഹിക്ക് ശേഷമാണ് എന്നൊരു വിഭാഗം വാദിച്ചാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇജ്മാഉള്ള വിഷയമാണ്. ഹജ്ജ് എന്ന് പറയുന്നത് 6 പകലും 6 രാത്രിയാണ്. 6 പകലും 6 രാത്രിയും കൂടിയതാണ് ഹജ്ജ്. ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13. ഇതില് നമ്മൾ ദിനാരംഭം നമ്മൾ ആരംഭിക്കുന്നത് പകലിലായാൽ 6 പകലും 5 രാത്രി ഉണ്ടാവുള്ളൂ. നിങ്ങൾ കണക്കൂട്ടി വെക്കൂ. ഈ ദിനാരംഭത്തെ പറ്റി എഴുതുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, പുസ്തകത്തിന്റെ കർത്താവ് പറയുന്നു, ദുൽഹജ്ജ് 13 പകൽ കഴിയുന്നതോടുകൂടി ഹജ്ജാജികൾ മടങ്ങുന്നു. അപ്പൊ എവിടുന്നേ തുടങ്ങിയത്? ദുൽഹജ്ജ് 8 സുബൈക്കാണ്. ദിവസം എത്ര കിട്ടി? 5 രാത്രിയും 6 പകലും. 6 രാത്രി 6 പകൽ. ഇതാണ് ഹജ്ജ് എന്നുള്ളത് ഇജ്മാഉള്ള വിഷയമാണ്. ലോകത്തൊരു മുസ്ലിം അത് തർക്കിച്ചിട്ടില്ല. ഹിജ്റ ഹിലാൽ കമ്മിറ്റിയുടെ ഈ വാദപ്രകാരം അത് വലിയൊരു അബദ്ധമായി മാറുന്നു. വളരെ വലിയ അബദ്ധമാണത് വരുന്നത്. പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇതൊരിക്കലും പറ്റൂല. ഞാൻ പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിച്ചത് എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിച്ചത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച മരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മറമാടിയത് ചൊവ്വാഴ്ച പിന്നെ രാത്രി സുബൈക്ക് മുമ്പാണ് മറമാടി.
അതിനെപ്പറ്റി ഹിജ്റ ഹിലാൽ കമ്മിറ്റി പറഞ്ഞ ഈ മാനദണ്ഡ പ്രകാരമാണെങ്കിൽ എങ്ങനെ പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ചൊവ്വാഴ്ച രാത്രി മറമാടി എന്ന് പറയണം. അങ്ങനെയല്ല പറഞ്ഞത്. ബുധനാഴ്ചയുടെ നൈറ്റിൽ, ബുധനാഴ്ച രാവിലെ മറമാടി എന്നാ പറഞ്ഞത്. അത് ഈവല്ല, നൈറ്റ് തന്നെയാണ്. ബുധനാഴ്ച രാവിലെ മറമാടി. അബൂബക്കർ സിദ്ദീഖ് മരിച്ചത് ചൊവ്വാഴ്ച, അബൂബക്കർ സിദ്ദീഖ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി മരിച്ചു. സുബഹിയാകുമ്പോഴേക്ക് അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു. അതിനെപ്പറ്റി ഹദീസ് എന്ന വാചകം എന്താ അറിയോ? വദുഫിന മിൻ ലൈലത്തി സുലാസ, ചൊവ്വാഴ്ച രാവ്, അല്ലാതെ തിങ്കളാഴ്ച രാവ് എന്നല്ല. മറ്റൊന്ന്, അറഫ രാത്രിനെ പറ്റി ഇവിടെ പറഞ്ഞു. അറഫന്റെ ദിവസം നിന്നാലുള്ള പ്രശ്നം ഇവിടെ പറഞ്ഞു. വളരെ വലിയൊരു അബദ്ധമാണിത്. അത് ഒരിക്കലും അങ്ങനെയല്ല. അറഫ രാത്രി അത് നിന്നാ പോയി, അതിന്റെ കഥ കഴിഞ്ഞു. ഇതാ അറഫയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞ സംഗതികൾ എത്ര ഹദീസാണ് ഈ വിഷയത്തിലുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കുറച്ചായി ആ വിഷയത്തിൽ പറഞ്ഞുതരാം. അറഫ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ദുൽഹജ്ജ് 9 പകലാണ് അറഫയിൽ നിൽക്കുന്നത്. ദുൽഹജ്ജ് 9 പകൽ അറഫയിൽ നിൽക്കുന്നു. ദുൽഹജ്ജ് 9 രാത്രി മുസ്ദലിഫയിൽ നിൽക്കുന്നു. ദുൽഹജ്ജ് 10 യൗമുൻ നഹർ എന്നാണ് പറയാ. മുസ്ദലിഫയിൽ നിൽക്കുന്ന രാത്രിക്ക് ലൈലത്തു അറഫ എന്നല്ല പറയാ, ലൈലത്തുൻ നഹർ എന്നാണ് പറയാ. ലൈലത്തുൻ നഹർ എന്നാ പറയാ. തൊട്ടടുത്ത രാവിന്റെ മുമ്പിലുള്ള ലൈലത്ത് എന്നാണ് പറയാ. അത് എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ട്? അത് നിരവധി സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതിന് ഒരു കണക്കില്ലാത്തത്ര സ്ഥലത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഓക്കെ, അപ്പോ ലൈലത്തു അറഫ എന്ന് വന്നത് ഏതാ അറിയോ? ലൈലത്തു അറഫ ഫീ ലൈലത്തിൽ ജം എന്നാണ്. മുസ്ദലിഫയിൽ താമസിക്കുന്ന ദിവസത്തിലെ ലൈലത്തുൽ അറഫ എന്ന് വന്നിരിക്കണേ. മുസ്ദലിഫയിൽ താമസിക്കുന്നത് ദുൽഹജ്ജ് 9-നാണ്. ആ മുസ്ദലിഫയിൽ താമസിക്കുന്ന ലൈലത്തുൽ അറഫ എന്നതാണ് ഇവിടെ ലൈലത്തുൽ അറഫ എന്നുള്ളതിന് തെളിവായിട്ടെടുത്ത്. അതുപോലെ ലൈലത്തു തർവിയ, ലൈലത്തു അറഫ, ലൈലത്തു നഹർ, ഇതൊക്കെ അതിന്റെ തലേതിന് വേണ്ടിയാണ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കാം, എല്ലാം നിങ്ങൾ പരിശോധിക്കാം. ഇഅ്തികാഫ് സുബഹിക്കല്ല. പണ്ഡിതന്മാരെ മുഴുവൻ പറഞ്ഞത് ഇഅ്തികാഫ് ആരംഭിക്കുന്നത് അവസാനത്തെ 10 ഇഅ്തികാഫ് ആരംഭിക്കുമ്പോൾ മഗ്‌രിബിന് ശേഷം പോകണം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മഗ്‌രിബിന് ശേഷം പള്ളിയിൽ കടന്ന് പള്ളിയിൽ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കും ഇഅ്തികാഫ് ഇരിക്കാൻ. അതിലേക്ക് പ്രവേശിക്കൽ സുബഹിക്കായിരുന്നു എന്നാണ് ആ ഹദീസിൽ എടുത്തിരിക്കുന്നത്. ആ ഇഅ്തികാഫിന്റെ മറയിലേക്ക് പ്രവേശിക്കുന്നത് സുബഹിക്കാണ് എന്ന് പറഞ്ഞ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ട് സുബഹിക്കാണ് തുടങ്ങുന്നതെന്ന് പറയാണ്. ഷാഫി ഇമാമ്, ഹനഫി ഇമാമ്, ഹംബലി ഇമാമ്, മാലിക്കി ഇമാമ് എല്ലാവരും അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പറഞ്ഞതാണ് മഗ്‌രിബിനാണ് പോകേണ്ടതെന്ന്. മാലിക്കി ഇമാം ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവസാനിപ്പിക്കേണ്ടത് മഗ്‌രിബിന്. ഇത് പ്രകാരം എപ്പോൾ അവസാനിപ്പിക്കണം? ഈ ഇതാണെങ്കിൽ എപ്പോൾ അവസാനിപ്പിക്കണം? പെരുന്നാളോട് കൂടിയാണ് അവസാനിപ്പിക്കേണ്ടത്. അല്ല, പെരുന്നാളിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഈ പുസ്തകത്തിൽ എഴുതിക്കൊണ്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പെരുന്നാളിനാണ് അവസാനിപ്പിച്ചത്. തെറ്റാണത്. റസൂലുള്ള പെരുന്നാളിനെ അവസാനിപ്പിച്ചിട്ടില്ല. അങ്ങനെ സംഭവമേ ഇല്ല. വേണമെങ്കിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ല, വേണമെങ്കിൽ പെരുന്നാളിനെ അവസാനിപ്പിക്കാം. അങ്ങനെയാണ് ഇമാം മാലിക് പറഞ്ഞത്. അപ്പൊ മുഴുവൻ എനിക്കിത് കേട്ടിട്ട് മുഴുവൻ അബദ്ധങ്ങൾ, ഇത്ര അബദ്ധങ്ങളുടെ ഒരു ഇത് എങ്ങനെയാണിത് സംസാരിക്കുന്നത് പോലും എനിക്ക് അത്ഭുതമായി പോയി. ഏതാണ്ട് സമയം കഴിഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതുപോലെ എത്രയോ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ അവതരിപ്പിക്കാൻ കഴിയും. വിഷയവും ഇതുമായി ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളുണ്ട് നമ്മൾ പറയാം. നമ്മൾ ഇടയിൽ കുറേ തർക്കമോ അതൊന്നും പറയാനല്ലല്ലോ. നമ്മൾ വിഷയം നിർണയിച്ച് ഒരു സംസാരം വെച്ചതാണ്. അതിന് കുറേ നമ്മളടിയിൽ തർക്കമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അത് പറഞ്ഞാൽ അർത്ഥമല്ല. വിഷയം പറയും. ആളുകൾ അതാണ് പഠിക്കേണ്ടത്. അസ്സലാമു അലൈക്കും.